യെസ്, ഇനി നമ്മളോടൊപ്പം ഒരു അതിഥിയാണ് ചേരുന്നത്. പാലക്കാട് നഗരസഭയിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട പി സ്മിതേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. തുടർച്ചയായി മൂന്നാമതും പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിൽ എത്തുകയാണ്. നമസ്തേ ശ്രീ പി സ്മിതേഷ്. തുടർച്ചയായി അങ്ങനെ മൂന്നാമതും പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം ജനം TVയുടെ അഭിനന്ദനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഞാൻ അങ്ങേക്ക് നേരുകയാണ്. വളരെ നന്ദി ജനം ചാനൽ. കഴിഞ്ഞ 10 വർഷം പാലക്കാട് നഗരത്തിൽ BJP ഭരണസമിതി നടപ്പാക്കിയിട്ടുള്ള ഒട്ടേറെ വികസന പദ്ധതികളുണ്ട്. ആ എല്ലാ പദ്ധതികളും ജനം നെഞ്ചോടേറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായിട്ട് മൂന്നാമതും ജനവിധി BJPക്ക് അനുകൂലമായത്. കേവല ഭൂരിപക്ഷം കുറച്ച് സീറ്റുകൾ കുറവുണ്ടെങ്കിൽ പോലും തുടർച്ചയായിട്ട് ഭരിക്കാനുള്ള ജനങ്ങളുടെ ഒരു പിന്തുണ അത് കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അംഗീകാരമായിട്ടാണ് കണക്കാക്കുന്നത്. തീർച്ചയായും. എന്തൊക്കെയാണ് ഈ പാലക്കാട് നഗരസഭയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആ വികസന പദ്ധതികൾ? പാലക്കാട് നഗരം ഇപ്പോൾ നിലവിൽ നമ്മുടെ വ്യവസായ കോറിഡോർ വരുന്നുണ്ട്. കോയമ്പത്തൂർ സിറ്റി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വികസന സാധ്യതകൾ തുറന്നു കിട്ടുന്നൊരു സമയമാണ്. കേന്ദ്ര സർക്കാർ ഒട്ടേറെ പദ്ധതികൾ എല്ലാ വർഷവും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രത്തിൽ ദ്രുതഗതിയിൽ വളരുന്നൊരു നഗരമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നഗരത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു അർബനൈസേഷൻ വരുന്ന സമയത്താണ് നഗരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. കാരണം ആ അർബനൈസേഷൻ കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടതൊരു നഗരത്തിൻ്റെ വളർച്ച അതൊരു മന്ദീഭവിക്കാനും അത് ജനങ്ങൾക്ക് ദ്രോഹമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒട്ടേറെ പദ്ധതികൾ പാലക്കാട് നഗരത്തിൽ പുതിയ കണക്ടിവിറ്റികൾ, പുതിയ റോഡുകൾ ഇതെല്ലാം സംവിധാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിലെ പൊല്യൂഷൻ എല്ലാവർക്കും ഒരു പാഠമാണ്. ഒരു നഗരം വികസിക്കുന്ന സമയത്ത് അതിൻ്റെ ഉപോത്ഫലമായിട്ടുണ്ടാകുന്ന റിയാക്ഷൻസ് എല്ലാം കണ്ടുകൊണ്ട് പോകേണ്ട കാര്യമുണ്ട്. അത്തരത്തിൽ വികസനവും അതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സ്വൈര്യവിഹാരവും ആരോഗ്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കുക എന്നാണ് പ്രധാനമായിട്ട് ഉത്തരവാദിത്തമായിട്ട് കരുതുന്നത്. തീർച്ചയായും. നമുക്കറിയാം, ഈ ജനസംഘത്തിന്റെ കാലം മുതൽ തന്നെ ഈ BJPക്ക് വേരോട്ടമുള്ളൊരു മണ്ണാണ് പാലക്കാട്. ഒ രാജഗോപാൽ അടക്കമുള്ള നേതാക്കൾ ആ ഒരു വിജയം എത്രത്തോളം സമ്മാനിച്ചു? ഒപ്പം ഈ ചരിത്ര തുടർച്ച അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ സംഘപരിവാറുകൾക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള മണ്ണാണ് പാലക്കാടിൻ്റെ മണ്ണ്. അത്തരത്തിൽ ഒരുപാട് മുൻഗാമികൾ വിത്ത് കുത്തിയിട്ട മണ്ണാണ്. അതിൻ്റെ വിളവെടുപ്പിൻ്റെ കാലഘട്ടമാണ്. പാലക്കാട് മാത്രമല്ല, പാലക്കാടിൻ്റെ പരിസര പ്രദേശങ്ങളകത്ത് എത്ര പോലുള്ള പുതൂർ പോലുള്ള പഞ്ചായത്തുകളിലും പാർട്ടി ഭരണം നേടിയിട്ടുണ്ട്. മുൻഗാമികൾ നൽകിയത് നമ്മൾ പ്രവർത്തകർ വിളവെടുക്കുന്ന കാലഘട്ടമാണ്. ശരി, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്നപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി ഒരു നാപ്കിൻ ഡയപ്പർ സംസ്കരണ കേന്ദ്രം ആരംഭിച്ചത് പാലക്കാട് നഗരസഭയാണ്. ഇതിന് കയ്യടി നേടിയിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള പദ്ധതികൾ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണഗതിയിൽ ആരോഗ്യ ശുചീകരണ മേഖല എന്നുള്ളത് ശുചീകരണ മേഖലയായിട്ട് അതപ്പതിച്ചൊരു കാഴ്ചയായിരുന്നു മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ പാലക്കാട് നഗരസഭയിലെ BJP ഭരണസമിതി പ്ലാൻ ചെയ്തത് ശുചീകരിക്കുകയല്ല, മാലിന്യം പുറത്ത് വരാതിരിക്കാൻ, മലിനീകരിക്കപ്പെടാതിരിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ് പാലക്കാട് നഗരസഭ നമ്മൾ വിഭാവനം ചെയ്തത്. അത്തരത്തിൽ മലിനീകരിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ തേടിയ സമയത്ത് ആ മാലിന്യങ്ങൾ പരിശോധിച്ചു. ഏത് തരത്തിലുള്ള മാലിന്യങ്ങളാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത്, അവർക്ക് സംസ്കരിക്കാൻ കഴിയാത്തതിൽ പുറത്ത് വരുന്ന മാലിന്യം ഏതാണെന്നുള്ളൊരു പഠനം നടത്തി. അതിനടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ നാപ്കിൻ വേസ്റ്റുകൾ കാണാൻ വേണ്ടി കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും നമുക്കത് ഒരു മാതൃക, ഇത് എങ്ങനെയാണ് സംസ്കൃത ഒരു മാതൃക കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരുപാട് പഠനം നടത്തി, ഒരുപാട് റിസർച്ച് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നാപ്കിൻ ഡൈജസ്റ്റർ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ ഇതിന് ആ കാലഘട്ടത്തിൽ പൊല്യൂഷൻ കണ്ടുകൊണ്ട് അംഗീകാരമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഡിമാൻഡ് കൂടെ വെച്ചു. പൊല്യൂഷൻ കണ്ടുകൊണ്ട് അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ മെഷീൻ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് വലിയൊരു മാറ്റമാണ്. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് തദ്ദേശ സ്ഥാപനങ്ങൾ പഠനം നടത്തി പോയിട്ടുണ്ട്. സർക്കാരും പാലക്കാട് മോഡൽ ഇൻസിനറേറ്റർ എല്ലാ പഞ്ചായത്തുകളും നഗരസഭകളും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് വിവിധ പഞ്ചായത്തുകൾ കത്ത് നൽകിയിട്ടുണ്ട്. അതെല്ലാം ഒരു അംഗീകാരമായിട്ട് കരുതുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് രംഗത്ത് പാലക്കാട് നഗരസഭ നമ്മളൊരു 80% നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തെരുവോരത്ത് മാലിന്യ കൂമ്പാരങ്ങളില്ല. അതായത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സോളിഡ് വേസ്റ്റ് നമ്മൾ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുവാനും അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള എല്ലാ സംവിധാനം പാലക്കാട് നഗരസഭയിലുണ്ട്. ഇനി നമുക്ക് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് കൂടെ മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട്. പാലക്കാട് നഗരത്തിൻ്റെ 4/3 ഭാഗവും നദികളാൽ ചുറ്റപ്പെട്ടതാണ്. യാക്കരപ്പുഴ, കൽപ്പാത്തിപ്പുഴ പോലുള്ള നദികളാണ് പാലക്കാട് നഗരത്തിന് ചുറ്റും വലം വയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് നഗരത്തിനുള്ള ലിക്വിഡ് വേസ്റ്റ് ഇതിൽ കണ്ടാമിനേഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം കണ്ടെത്തി ആ സോഴ്സുകളെല്ലാം അടച്ച് പരിപൂർണമായിട്ടും ശുചീകരിക്കപ്പെട്ട നദികൾ സൃഷ്ടിക്കുക, പാലക്കാട് നഗരത്തിൽ പുറന്തള്ളുന്ന ജലം മലിനജലം ആവാത്ത രീതിയിൽ ജനങ്ങൾക്ക് ദോഷമാവുന്ന മലിനജലം
പുറത്തു വരാൻ തടയുക എന്നാൽ അതിനൊരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നാണ് ഒരു പ്രഥമ പരിഗണന കൊടുക്കുന്നത്. തീർച്ചയായും. ഇനി നമുക്കറിയാം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ 5 വർഷത്തെ വികസന മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എല്ലാ വർഷവും ജനങ്ങളുടെ മുന്നിൽ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. അത് ഉടൻ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും നമ്മൾ BJP സംബന്ധിച്ച് ഒരു ഭരണം നേടുമ്പോഴല്ല നമ്മളതിൻ്റെ പതിവ് തയ്യാറാക്കുന്നത്. വളരെ കൃത്യമുള്ള കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളെ സമീപിക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. കാരണം ഒരു ഭരണം കിട്ടുന്ന സമയത്ത് ആ ഭരണം എങ്ങനെ പോകണം എന്നുള്ള കാഴ്ചപ്പാട് പാർട്ടിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സാധനം തയ്യാറാക്കിയതും വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളത് മുൻകൂട്ടി തയ്യാറാക്കി ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കും. ആ ബ്ലൂ പ്രിൻ്റ് ഓരോ വർഷവും നമ്മൾ പ്രതിവർഷം എത്രത്തോളം അച്ചീവ് ചെയ്യുന്നതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കും. അത് മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ, ആ ഒരു സഹായം എത്രമാത്രം പാലക്കാട് നഗരസഭയ്ക്ക് ഗുണമായിട്ടുണ്ട്? എന്താണ് താങ്കൾ കരുതുന്നത്? പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും സംഭാവന കേന്ദ്ര സർക്കാർ ഭാഗത്ത് പിന്തുണയാണ് പാലക്കാട് നഗരത്തിൽ കിട്ടിയത്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം വലിയ രീതിയിൽ ബാധിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ അത് ബുദ്ധിമുട്ട് അനുഭവിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. നമ്മുടെ വാർഷിക അലോട്ട്മെൻറ്റിൽ ഒരുപാട് കുറവ് വരുത്തി. അതാണ് 40 കോടി രൂപയാണ് നമുക്ക് കട്ട് ഷോട്ട് ചെയ്ത് വന്നത്. അതുകൊണ്ട് എല്ലാ വികസന പദ്ധതികളും മുടങ്ങുന്ന സാഹചര്യമായിരുന്നു. ആ സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതിയുടെ 2ാം ഘട്ട തുക നമുക്ക് അനുവദിച്ച് കിട്ടിയത്. അതുപോലെ തന്നെ സ്പെഷ്യൽ അസിസ്റ്റൻസ്, വരുമാനം ഉൽപ്പാദിപ്പിക്കാനുള്ള സ്പെഷ്യൽ അസിസ്റ്റൻസ് കേന്ദ്ര സർക്കാർ ഭാഗത്ത് നിന്ന് ലഭിക്കുകയുണ്ടായി. സാസ്കി പ്രൊജക്റ്റിൽ ആദ്യഘട്ടം 140 കോടി രൂപ അനുവദിച്ച് കിട്ടും. അത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്തത്രയും പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തുടർന്നും ഈ 5 വർഷം കേന്ദ്ര സർക്കാർ ഭാഗത്ത് ഒരുപാട് സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, മുസ്ലിം ലീഗ്, ഇവരെല്ലാം ഈ BJP പുറത്താക്കാൻ ഒരുമിക്കാൻ ഇരുന്നതാണല്ലോ. ഇപ്പോൾ BJP 3ാമതും അധികാരത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർക്കുള്ളൊരു തിരിച്ചടി കൂടിയല്ലേ? എന്താണ് ഈ പ്രതിപക്ഷ പാർട്ടികളെ കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കേരളത്തിൽ സാർവത്രികമായിട്ട് നടപ്പിലാക്കാറുണ്ടെങ്കിൽ പോലും പാലക്കാട് കുറച്ചുകൂടെ അത് വിജയകരമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ് നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വാർഡുകൾ BJP നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു നമുക്ക് കേവല ഭൂരിപക്ഷം കുറച്ച് സീറ്റുകളിൽ കുറവ് വന്നത്. പക്ഷേ എന്നിരുന്നാലും ഭരണം പാർട്ടി ലഭിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. 2015 കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ നമുക്ക് കേവല ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായിരുന്നു. ആ സമയത്തും നമ്മൾ പ്രതിപക്ഷത്തെ വിശ്വാസം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവിശ്വാസം കൊണ്ടുവന്ന് ഇതിന് അട്ടിമറിക്കുള്ള നീക്കം അന്നും ഉണ്ടായിരുന്നു. അത് പാർട്ടിക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഭരണം ലഭിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുന്ന സമയത്ത് 2 പ്രതിപക്ഷ പാർട്ടികളും വിശ്വാസം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് പാർട്ടി തീരുമാനം. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. ശ്രീ P. സ്മിതേഷ്, നമുക്കറിയാം ഈ 3ാമതും എന്തുകൊണ്ട് BJP എന്നതാണ് സുപ്രധാന ചോദ്യം. മറിച്ച് ഈ രാഹുൽ വിഷയം ഉൾപ്പെടെ ഈ കോൺഗ്രസിന് നഗരസഭയിൽ തിരിച്ചടിയായോ? കോൺഗ്രസിനുൾപ്പെടെ മറ്റു പാർട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നഗരസഭയിൽ തിരിച്ചടിയായത്? മൂന്നാമതും ഭരണം കിട്ടേണ്ട പ്രധാനപ്പെട്ട കാരണം പാലക്കാട് നഗരത്തിൽ നടപ്പിലാക്കിയുള്ള വികസന പദ്ധതികളാണ്. നമ്മുടെ അമൃത് പദ്ധതി ആവട്ടെ, നമ്മുടെ സ്പെഷ്യൽ അസിസ്റ്റൻസ് ആവട്ടെ, ആരോഗ്യ ശുചീകരണ മേഖലയാവട്ടെ. നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് തന്നെ ആദ്യകാലങ്ങളിൽ പൊതുനിരത്തുകൾ ശുചീകരിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സംവിധാനങ്ങൾ, ത്രിതല സംവിധാനങ്ങൾ. പിന്നീടാണത് നമുക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ, നഗരത്തിൻ്റെ വളർച്ച, ഡെവലപ്മെൻറ്റ് ഭാഗത്തൊക്കെ പിന്നീടാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആരോഗ്യ ശുചീകരണ മേഖലയ്ക്ക് മുൻതൂക്കം കൊടുത്ത് ജനങ്ങൾ ഹൃദയത്തോടെ ഏറ്റുകയുണ്ടായി. പാലക്കാട് നഗരം നമ്മൾ മാലിന്യമുക്തമാക്കാൻ വേണ്ടി സാധിച്ചു. നൽകപ്പെട്ട പണങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിച്ചു. സാധാരണഗതിയിൽ നേരത്തെ ഒരുപാട് പോലെ സ്പെഷ്യൽ സ്കീംസൊക്കെ പാലക്കാട് നഗരസഭയ്ക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു ഫോളോ അപ്പോ കാര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് തുക നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. കേരള സ്റ്റേറ്റിൻ്റെ ഓർമ്മയിൽ കേരള സ്റ്റേറ്റ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള പേരിൽ 2005-10 കാലഘട്ടത്തിൽ 60 കോടി രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി അത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കഴിയാത്ത തുക നഷ്ടപ്പെട്ട സാഹചര്യം പാലക്കാട് നഗരസഭയിലുണ്ട്. BJP ഭരണത്തിൽ വന്ന ശേഷം അത്തരത്തിൽ ലഭിച്ച തുകകളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ 2024 സാമ്പത്തിക വർഷത്തിൽ പദ്ധതി വിനിയോഗത്തിൽ കേരളത്തിൽ 1ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു. അത് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചുള്ള കാര്യമാണ്. അത്തരത്തിൽ ലഭിച്ച തുകകളെല്ലാം തന്നെ ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതെല്ലാം ജനങ്ങൾ നോക്കിക്കണ്ട്. ഇതെല്ലാം പാലക്കാട് BJP തന്നെ വരണമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നതിന് അനുകൂല ഘടകമായിട്ട് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. സ്വാഭാവികമായിട്ടും ഇലക്ഷനോട് തെരഞ്ഞെടുപ്പിന് അടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2ാമതുള്ള വിഷയങ്ങളെല്ലാം പൊന്തി വന്നത്.
അത് ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് ഏത് പാർട്ടിക്ക് മുൻതൂക്കം നൽകണം എന്നുള്ളത് ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷമാണ് UDF പാലക്കാട് നേതൃത്വം ജനങ്ങൾ നൽകിയത്. അതിൽ നിന്നൊരു അത് നൽകിയത് തെറ്റായിപ്പോയി എന്നുള്ള തിരിച്ചറിവ് ജനതയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള വോട്ടിംഗ് കൂടെ ഈ ഇലക്ഷനിൽ BJPയുടെ വിജയത്തെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ശരി, അങ്ങനെ തന്നെയാണ് താങ്കളുടെ വിലയിരുത്തൽ. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെയാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം, അപ്പോൾ ഈ പാലക്കാട് BJPക്ക് എത്രമാത്രം പ്രതീക്ഷയുണ്ട്? കേരളത്തിൽ ഏറ്റവും ആദ്യം MLA സൃഷ്ടിക്കപ്പെടുമെന്ന് എല്ലാ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും വിശ്വസിച്ചിരുന്ന മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. നമുക്കതിൽ വളരെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷെ അത്തരത്തിൽ BJP ജയിക്കും എന്നുള്ള തോന്നൽ നിന്ന് 2005 കാലഘട്ടത്തിൽ മണ്ഡലത്തിനെ നെടുകെ വിട്ടുമുറിക്കുന്ന ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലം എന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ പാലക്കാട് നഗരവും പറളി, മങ്കര, കൊടുമ്പ് എന്ന് 3 പഞ്ചായത്തുകളും ചേർന്നത് പാലക്കാട് മണ്ഡലം. അതിൽ പറളി പഞ്ചായത്തിൽ നിന്ന് പാർട്ടി 1ാം സ്ഥാനത്താണ്. ടോസിലാണ് പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടത്. മങ്കരയിൽ മോശമല്ലാത്ത പ്രവർത്തനം 2ാം സ്ഥാനത്താണ് പാർട്ടി വോട്ടിംഗ് പാറ്റേണിൽ. ഒരു പക്ഷേ ആ പൂർവികമായിട്ടുള്ള മണ്ഡലത്തിന് നിയോജകമണ്ഡലത്തിൽ അതിർത്തിയായിരുന്നെങ്കിൽ എന്നേ പാലക്കാട് ഒരു MLA പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ലഭിച്ചേനെ. സ്വാഭാവിക അത്തരത്തിൽ പാർട്ടി വിജയിക്കും എന്നുള്ളൊരു ചിന്തി നടത്ത സംസ്ഥാന ഗവൺമെൻറ് വെട്ടിമുറിച്ച് കുറച്ച് ദുർബലമായിട്ടുള്ള പ്രവർത്തനമുള്ള 1-2 പഞ്ചായത്തിൽ കൂട്ടിച്ചേർത്തു. കണ്ണാടി, മാത്തൂർ പോലുള്ള പഞ്ചായത്തിൽ കൂട്ടിച്ചേർത്തു. പറളി, മങ്കരം മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കി. പക്ഷേ എങ്കിലും ഇന്ന് പറളിയിലും ഇന്ന് മാത്തൂരും കണ്ണാടിയിലും പാർട്ടി നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. വലിയ സാധ്യതയാണ്, ജയത്തിന് വലിയ സാധ്യതയാണ്. നമുക്ക് ഏകദേശം ഒരു വലിയ അത്ര ജയവും പാലക്കാട് മണ്ഡലത്തിൽ ജയവും പരാജയം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ബൂത്തിനകത്ത് ഒരു 10, 30, 40 വോട്ടുകൾ അധികം പിടിക്കാൻ സാധിച്ച പാർട്ടി ജയിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും ജയസാധ്യത മണ്ഡലങ്ങളിൽ മുൻപന്തിൽ തന്നെയാണ് പാലക്കാട് മണ്ഡലവും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ നഗരസഭയിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയായിരിക്കും സ്മിതേഷ്? കഴിഞ്ഞ ദിവസം അധികാരം ഏറ്റ ഉടനെ തന്നെ വകുപ്പ് തലവന്മാരുടെ മീറ്റിംഗ് കൂടിയിരുന്നു. അതിനകത്ത് എന്താണ് കുറവുകൾ, ഓരോ വകുപ്പിനും അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിലാവട്ടെ, വികസന പ്രവർത്തന കാര്യത്തിലാവട്ടെ, പദ്ധതി നിർവഹണമാവട്ടെ, എല്ലാത്തിനും സർക്കാർ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിലവിൽ നിൽക്കുന്ന പൊസിഷൻ, ഇത് നമ്മളെ ഗ്യാപ്പ് എന്താണെന്നുള്ള അനാലിസിസ് നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിനടിസ്ഥാനത്തിൽ ആ ഗ്യാപ്പുകൾ ഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രഥമ പരിഗണന കൊടുക്കുന്നത്. പുതിയ പദ്ധതികൾ മനസ്സിൽ വിഭാവനം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ പുതിയ പദ്ധതികൾക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ സാമ്പത്തിക വർഷം കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിസംബർ ലാസ്റ്റ്, ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം മാത്രമാണ് ഈ സാമ്പത്തിക വർഷം കഴിയാൻ വേണ്ടി നമ്മുടെ മുൻപിലുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു ജനുവരി, ഫെബ്രുവരി ആകുമ്പോൾ നമുക്ക് ട്രഷറി ബാൻ വരാൻ സാധ്യതയുണ്ട്, ട്രഷറി നിയന്ത്രണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ പദ്ധതി മുൻ ഭരണസമിതി വെച്ചിട്ടുള്ള പദ്ധതികൾ പൂർത്തിയാക്കി അതിൻ്റെ തുകകൾ നൽകുക, അങ്ങനെ അത്തരത്തിൽ പദ്ധതി വിനിയോഗം കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന. കാരണം നമ്മൾ അടുത്ത പദ്ധതികൾക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ സ്വാഭാവികം ഇത് വിസ്മരിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അത് നമ്മുടെ അടുത്ത വർഷം അലോട്ട്മെൻറ്റിനെ ബാധിക്കും. അപ്പോൾ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ട് പോകുന്ന പദ്ധതികളുടെ സ്റ്റാറ്റസ് വിലയിരുത്തിക്കൊണ്ട് അവയെല്ലാം ഏറ്റവും ആദ്യം പൂർത്തീകരിക്കുക. ഫെബ്രുവരി 2ാം വാരത്തോടുകൂടി പെരുമാറ്റച്ചട്ടം, നിയമസഭ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വരുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 5 വർഷം വരെ ഫെബ്രുവരി 16-നാണ് ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ആ നിയമസഭ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പദ്ധതികൾക്ക് നമുക്ക് തടസ്സം വരും. അപ്പോൾ അതിനു മുമ്പ് തന്നെ നിലവിൽ പദ്ധതികൾ ഭേദഗതി വരുത്തേണ്ട പദ്ധതികൾ ഭേദഗതി വരുത്തണം. അത്തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പൂർത്തിയാക്കേണ്ട പ്രവൃത്തികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് മുൻഗണന കൊടുക്കുന്നത്. തീർച്ചയായും സ്മിതേഷ്, ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനിൽ നിന്ന് ഒരു പാലക്കാട് എന്ന നഗരത്തിൻ്റെ അമരക്കാരനാകുകയാണ്, ഒരു നഗരത്തിൻ്റെ പ്രഥമ പൗരനാകുകയാണ്. എങ്ങനെയാണ് താങ്കൾ BJPയിലേക്ക് എത്തുന്നത്? ഇതുവരെയുള്ള സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് പറയാം. സംഘപ്രവർത്തനത്തോടുകൂടി BJPയിലേക്ക് വരുന്നത്. ഒലവക്കോട് വരുത്തോടുന്ന പ്രദേശത്തിലാണ് ഞാൻ ശാഖാപ്രവർത്തനം ആദ്യം ആരംഭിച്ചത്. മാതൃശാഖ അവിടെയാണ്. ശേഷം ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് ശേഖരം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വന്നു. അവിടെ ശാഖാ മുഖ്യ ശിക്ഷകമായിരുന്നു. അങ്ങനെ സംഘപ്രവർത്തനത്തിൽ വ്യാപന സമയത്താണ് 2005 കാലഘട്ടത്തിൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പാർട്ടിയിൽ അവിടെ നല്ല പ്രകടനം, 100-ൽ താഴെ വോട്ടുണ്ടായിരുന്ന ആ വാർഡിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. പാർട്ടി യുവമോർച്ചയുടെ ടൗണിൻ്റെ ഭാരവാഹിയായിട്ട് പാർട്ടി നിശ്ചയിച്ചു. പിന്നീട് അങ്ങോട്ട് 10-15 വർഷക്കാലത്തോളം യുവമോർച്ചയുടെ വിവിധ ഘടകങ്ങളിൽ യുവമോർച്ചയുടെ ടൗൺ സെക്രട്ടറി, മണ്ഡലം സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, കുറച്ച് കാലത്തേക്ക് സംസ്ഥാന സമിതി അംഗം എന്നുള്ള ചുമതലയെല്ലാം വഹിച്ചിരുന്നു. അതിനിടയ്ക്ക് പാർട്ടി ജില്ലാ ഓഫീസ് സെക്രട്ടറി കൂടെയായിരുന്നു. പിന്നീട് നിയോജക മണ്ഡലം പ്രസിഡന്റ്, 3 ടേം പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്നു. കേരളത്തിൽ അത്തരത്തിൽ 3 ടേമെല്ലാം നിയോജക മണ്ഡലം പ്രസിഡന്റ് ആളുകൾ ചുരുക്കമില്ല. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ നല്ല ചിരപരിചിതനാണ്. താഴെത്തട്ടിൽ പ്രവർത്തകരുടെ നല്ല അടുപ്പമുണ്ട്. പിന്നീട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ ട്രഷററായിരുന്നു.
നിലവിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഇതാണ് സംഘടനാ പർവ്വം. അതിനുശേഷമാണ് ഞാൻ ഇത്തരൊരു ചുമതലയിലേക്ക് വരുന്നത്. തീർച്ചയായും താങ്കളുടെ ഈ പ്രവർത്തന പാരമ്പര്യം തീർച്ചയായും പാലക്കാട് നഗരത്തെ വികസന കുതിപ്പിലേക്ക് തന്നെ നയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഈ അവസരത്തിൽ ജനം ടി വിയോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി സ്മിതേഷ്. ഒപ്പം താങ്കളുടെ ഇനിയുള്ള യാത്ര വിജയത്തിലേക്കായിരിക്കട്ടെ. എല്ലാ വിജയാശംസകളും നേരുകയാണ്. പല രാഷ്ട്രീയ പ്രവർത്തകർക്കും മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനം താങ്കൾക്ക് അവിടെ പാലക്കാട് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ജനം ടി വി. വളരെയധികം നന്ദി. യെസ്, സ്മിതേഷാണ് നമ്മളോടൊപ്പം ചേർന്നത്.